ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഒരാളുടെ പ്രതികരണം, ഫോൺ വഴിയുള്ള പ്രതികരണമാണ്. അതിലേക്കൊന്ന് പോയിട്ട് നമുക്ക് വരാം. ഞാൻ കേരളാവിൽ നിന്നാ അവരെ പക്കത്തിലിതാ. ശരി ശരി. ഞാനവിടെ വളാഞ്ചേരിയുള്ളതാണ്. പിന്നെ നിങ്ങളെ എന്തായിരുന്നു പേരെന്തായിരുന്നു? ഷഹദീന്. ഉപ്പാന്റെ പേരോ? ഷംസുദ്ദീന്. വീട്ടുപേര് കളത്തിങ്ങല്. നിങ്ങൾ പാങ്ങിലാണോ അതെ അവരോടലാണോ? എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പള്ളിപ്പറമ്പ് കുറുവ ഗ്രാമപഞ്ചായത്ത്. ഓക്കെ. പിന്നെ ഇവിടുന്ന് ഇപ്പൊ ആളുകളോട് വരുന്നുണ്ട്, പേടിക്കണ്ട കേട്ടോ. പേടിക്കണ്ട. നിങ്ങൾ എത്ര ആളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത്? 13 പേരെന്നെ ഉള്ളൂ, കൂടുതലില്ലല്ലോ? 13. പിന്നെ മറ്റേ ഡ്രൈവറിന് വഴി കൂട്ടിയിട്ട് 14 പേരെന്നെ ഉള്ളല്ലോ, വേറെ കൂടുതലില്ലല്ലോ? കുട്ടികളൊന്നും വേറെ ഉണ്ടായിട്ടില്ലല്ലോ? വേറെ കുട്ടികളുണ്ടാക്കിയ വേറെ 3 കുട്ടികൾ എല്ലാരും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾ 14 പേര് എന്ന് പറഞ്ഞത്, ഡ്രൈവർ അടക്കല്ലേ? ആയിക്കോട്ടെ. ഞാൻ പേടിക്കണ്ട കേട്ടോ. അവിടെ നമ്മളെ ആളുകളുണ്ട്, അവർ അവിടെ വേണ്ട ഹെൽപ്പുകൾ ചെയ്തരും. ഞാൻ വിളിച്ച് സംസാരിച്ചോളാം, പേടിക്കണ്ട കേട്ടോ. ഷഹദീൻ എന്ന് പറയുന്ന അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ ശബ്ദമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. 14 പേർ, ഡ്രൈവർ ഉൾപ്പെടെ 14 പേരുണ്ടായിരുന്നു എന്നാണ് ഷഹദീൻ പറയുന്നത്. അതിൽ 10 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിഖിൽ പ്രമേഷുണ്ട്. നിഖിൽ, ഇപ്പോൾ ഷഹദിൻ്റെ വാക്കുകളാണ് കേട്ടത്. അവന് ശ്വാസമെടുക്കാൻ കഴിയുന്നില്ല, അവൻ വിറച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ അപ്പോഴും കൃത്യമായി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രക്ഷിക്കാൻ ആളുകൾ വരും, അല്ലെങ്കിൽ കൂടെയുള്ളവർ ഒപ്പം ഉടനെ എത്തും എന്നുള്ള ഒരു വിശ്വാസം കൂടി അവൻ്റെ ആ വാക്കുകളിലുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു നാട്ടിൽ എത്തിപ്പെടുമ്പോൾ, അവിടെ വെച്ചൊരു അപകടത്തിൽപ്പെടുമ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഒപ്പമില്ല എന്നൊക്കെ അറിയുമ്പോഴുള്ള ഒരു നോവും ആദിയും ആശങ്കയൊക്കെയാണ് ഷഹദിന്റെ വാക്കുകളിൽ നമ്മൾ കേട്ടത്. എന്തായാലും നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ അവിടേക്ക് തിരിക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത് മുതൽ വളരെ ഒരുപക്ഷെ ഒരു അല്പമെങ്കിലും ഒരു ആശ്വാസം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നല്ല ചൂട് കാലമാണ്, നമുക്കറിയാം. പൊടി പാറുന്നത് ഒരുപക്ഷെ നാളെ ഒരു വെല്ലുവിളിയായി മാറാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നനച്ചുകൊണ്ട് ഈ ഗ്രൗണ്ട് ആകെ നനച്ച് പാകപ്പെടുത്തിയെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനപ്രതിനിധികൾ ഒന്നടങ്കം ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു പോരുന്നത്. ഒരുപക്ഷെ രാവിലെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെത്തുമ്പോൾ അതിനു മുൻപായി തന്നെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുകയാണ് ഈ നാട്. നാടുറങ്ങാതെ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാടധികം ആളുകൾ വിദ്യാലയത്തിലേക്ക് എത്തുന്നുണ്ട്. വിദ്യാലയത്തിലേക്ക് ഒരു വേള അവിടേക്ക് ആളുകൾ കടന്നു പോകുന്നത് നിയന്ത്രിക്കേണ്ടി വരെ വന്നിരുന്നു. കാരണം നിരന്തരം അവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ആ യാഥാർത്ഥ്യം ഇനി പതുക്കെ ഈ നാട് ഉൾക്കൊണ്ടേ മതിയാകൂ. അവർക്ക് പ്രിയപ്പെട്ട 10 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ആ 10 പേരും നാളെ 7 മണിയോടുകൂടി ഒരുപക്ഷെ എത്തിയേക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ സ്ഥിരീകരിക്കുന്നത്. അവരുടെ മൃതദേഹങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരിന്റെ 10 ആംബുലൻസുകൾ അവിടെ തയ്യാറായി നിൽപ്പുണ്ട് ഈ ആശുപത്രിക്ക് മുന്നിൽ. ഓരോ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റും. ഒരുമിച്ചായിരിക്കും ആ 10 പേരും ഇവിടെ നിന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണിയോടുകൂടി വലിയ സന്തോഷത്തിൽ, അതായത് അവർക്കൊരു അധ്യയന കാലം അത്രയും 11 മാസം നിരന്തരം കുട്ടികൾക്ക് വേണ്ടി തങ്ങളുടെ സർവ്വതും ഉഴിഞ്ഞിട്ട ആ അധ്യാപകർ, ഇത്രയും കാലം തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിലകൊണ്ട ആ അധ്യാപകർ, അവർക്ക് ഒരു കുറച്ച് ദിവസങ്ങൾ, അതായത് ഈ അവരുടെ വാല്യുവേഷനൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞ് അവർക്ക് കിട്ടിയ ആ കുറച്ച് ദിവസങ്ങൾ ഒരു സന്തോഷകരമായി തങ്ങളുടെ സഹപ്രവർത്തകർക്കൊപ്പം ആഘോഷിക്കുന്നതിന് വേണ്ടി ഇന്ന് പുലർച്ചെ ഇവിടെ നിന്ന് സന്തോഷത്തോടു കൂടി പോയ ആ അധ്യാപകർ ഇനിയില്ല എന്നുള്ളത് ഈ നാടിന് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്ക് ആ കുട്ടികൾക്ക് വലിയ നോവായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു പക്ഷേ എങ്ങനെയായിരിക്കും തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ഇനി ആ സ്കൂളിൽ ഇല്ല എന്നുള്ള കാര്യം അവർ ഓർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഒരു അഭ്യർത്ഥന മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം വീടുകളിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നിലവിലത്തെ സാഹചര്യത്തിൽ നൽകിയിട്ടുണ്ട്. 24 അടക്കം അത് ആ നിർദ്ദേശത്തെ നാട്ടുകാർ വളരെ സ്നേഹപൂർവ്വം നൽകിയിട്ടുള്ള ആ നിർദ്ദേശത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. കാരണം ആ വീട്ടുകാരുടെ നൊമ്പരം അത് എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ഇന്ന് ഒരു മാധ്യമപ്രവർത്തകരും ആ വീടുകളിലേക്ക് പോയിട്ടില്ല. കാരണം അത് എത്രത്തോളം അവരെ വേദനിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ബോധ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. എന്തായാലും ഇപ്പോഴും നമുക്ക് ഈ വിദ്യാലയ മുറ്റത്ത് കാണാൻ കഴിയുന്നുണ്ട് ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. പക്ഷേ ഇന്ന് രാത്രി തന്നെ മൃതദേഹം എത്തുമോ, അവരെത്തുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാകണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നതിലൂടെ അവർ വരുമ്പോൾ ആരുമില്ലാതായി പോകരുത് എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരുപാടധികം ജനപ്രതിനിധികളെ, നാട്ടുകാരെ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.